യഥാർത്ഥത്തിൽ ഈ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ട് 75 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രതിയുടെ സഹോദരി മരണപ്പെട്ടത്. സഹോദരി മരണപ്പെട്ടു. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിക്ക് ജയിൽ സൂപ്രണ്ട് അടിയന്തര പരോൾ അനുവദിച്ചു. അത് ശരിയായ പരോളാണ്, അതിൽ ആർക്കും ആക്ഷേപമൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു പരോൾ നൽകുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പ്രതിക്ക് നൽകിയ പരോളാണ് ഇപ്പോൾ ചർച്ചയാവുന്ന ഒരു വിഷയം. ഞങ്ങൾ ഈ കേസിൽ 24-ാം തീയതി ഹൈക്കോടതി പ്രതി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിക്ടിമിൻ്റെ മാതാവിന് നോട്ടീസ് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് പ്രതി നാട്ടിൽ തന്നെയുണ്ട്, ഇത്രയും വലിയ ശിക്ഷ ലഭിച്ച പ്രതി നാട്ടിൽ തന്നെയാണല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മളും ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നതും. മീഡിയ വണ്ണാണല്ലോ ഈ വിഷയം ഏറ്റവും ആദ്യമായിട്ട് ചർച്ചയ്ക്കെടുത്തു ഈ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് ഈ 2010-ലെ ദ പ്രിസണേഴ്സ് റൂൾസ് പ്രകാരവും അതുപോലെ തന്നെ 2014-ലെ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചട്ടങ്ങൾ പ്രകാരവും ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് യാതൊരു കാരണവശാലും സാധാരണ രീതിയിലുള്ള പരോള് അനുവദനീയമല്ല. ആകെ അനുവദിക്കാൻ പോകുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് പരോൾ അനുവദിക്കാവുന്നത്. ആ അടിയന്തര സാഹചര്യങ്ങളിൽ പരോൾ അനുവദിച്ചിട്ടുണ്ട്, അതിൽ ഞങ്ങൾക്കാർക്കും തർക്കവുമില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പരോൾ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമാണ്. ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു പരോൾ അനുവദിക്കുമ്പോൾ സർക്കാരിന് എന്തിനാണ് ഇത്ര താല്പര്യം എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം.